ആരാ മനസ്സിലായില്ല? ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ ഇത് ഊണാണ് ചേട്ടൻ കഴിക്കാൻ വേണ്ടി. അതിന് ഞാൻ ഇവിടെ ഓർഡർ ചെയ്തിട്ടല്ലോ ഓണില്ല. അല്ല ചേട്ടൻ ഓർഡർ ചെയ്യില്ല, പക്ഷെ ചേട്ടൻ കൃത്യസമയത്ത് ഊണ് കഴിക്കണാണല്ലേ. അതുപോലെ കൃത്യസമയത്ത് ഊണ് കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരുന്നതാണല്ലേ. അല്ല ഞാൻ കൃത്യസമയത്ത് കഴിക്കണോ ഇല്ലെങ്കിൽ താങ്കൾ എന്താ തീരുമാനിക്കുന്നത്? സാറൊക്കെ വലിയ ആൾക്കാരല്ലേ, അപ്പം വലിയ ആൾക്കാരാകുമ്പോൾ എനിക്കും താല്പര്യമുണ്ട്, ഈ നാട്ടുകാർക്കും താല്പര്യമുണ്ട്. സാറ് കൃത്യസമയത്ത് കഴിക്കണം ചേട്ടൻ. അതുകൊണ്ടാണ് കഴിക്കണം ചേട്ടാ. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഊണ് വേണ്ട. ചേട്ടാ സാധാരണ എത്ര മണിയാണ് കഴിക്കാറ്? അല്ല ഞാൻ കഴിക്കുന്ന സമയം നിങ്ങൾ എന്തിനാ അറിയുന്നത്? ഞാൻ കഴിക്കുന്നത് 1:15. അതിപ്പോ 1 മണിയായോ ചേട്ടാ? അപ്പം കഴിക്കണം, ചേട്ടൻ കഴിക്കണം. ഇപ്പൊ 1 മണിയല്ലേ അയാള്? ഞാൻ 1:15 കഴിക്കുന്നത്. ഓ അത് ശരി, നീ കൃത്യസമയത്ത് കഴിക്കും. 10 മിനിറ്റ് താമസിച്ച് കഴിഞ്ഞാൽ നീ ഫുഡ് എടുത്ത് എറിയുമല്ലേ? നീ കഴിക്കൂലല്ലേ? ഫുഡ് കൊണ്ടുവരാൻ നീ അടിക്കോടാ നീ. എടാ നീ ഫുഡ് കൊണ്ടുവരാൻ പാവപ്പെട്ട പയ്യനെ നീ അടിച്ച പയ്യൻ അറിയാ? എടാ കഷ്ടപ്പെട്ട് ജോലിയെ ജീവിക്കാൻ വേണ്ടി ഇറങ്ങി ചെറുപ്പക്കാരൻ നീ അടിക്കൂടാ. നീ അടിച്ച പയ്യാരെന്നറിയടാ? എടാ അവൻ്റെ മോനാണ്. ഞാൻ കുളത്തറ ശൂലംകുടി വീട്ടിലെ ബാലചന്ദ്രൻ തമ്പി. ഇപ്പൊ ഇത് മൊത്തം തിന്നോണം, മൊത്തം അകത്തുവച്ച് തിന്നോണം. ഈ പയ്യന്മാർ അടിക്കൂടാ. അത് ജീവിക്കാൻ വേണ്ടിയിട്ടാ ഓർത്തമ്മ നടക്കണേ. ഇവിടെ പാവപ്പെട്ട പയ്യന്മാർ നീ അടിച്ച് ഓട്ടിക്കടാ, നീ പിടിച്ചോളടാ, മൊത്തം തിന്നോണം. ചെല്ലേ ഇപ്പോ ഓടാ, വാ വാ വാടാ, വാ വാ. ഇതെന്താണെന്നറിയാം? കേരളത്തിലെ കഷ്ടപ്പെട്ട പാവപ്പെട്ട ഡെലിവറി ബോയ്സിന് വേണ്ടിയാണ്. അവർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പോ ഓടാ. വേറെ അടിക്കുമല്ലേ? എൻ്റെ ചെറുക്കനും അടിക്കുമല്ലോടാ. പോ കുട്ടിക്കറി ഞാൻ പോ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നവാസേ കേക്കാമോ? കേക്കാമോന്ന് എടാ, റേഞ്ച് ഉള്ളടത്ത് മാറിയില്ലടാ. ഇപ്പൊ കേൾക്കാമോ? എടാ നീയേ ആ മാർത്തണ്ടത്തെ മേശിയെ വിളിച്ചോണ്ട് സൈറ്റിലൊന്ന് കൊണ്ടുപോകണം. എന്തിനാ? തിരുവാര കളിപ്പിക്കാനടാ. എടാ ഇഷ്ടംപോലെ പണി എടുക്കണടാ അവിടെ. കൊണ്ടുപോ. വയ്ക്കണ വയ്ക്കണ്ട. എന്ത്? ഏത് സമയം വിളിച്ചാലും പൈസ കളാൻ ചോദിക്കും. ഇല്ല 5 വയ്ക്കപ്പെടാ, പൈസ ഒന്നുമില്ല. പോ. അച്ഛനെന്തിനാ പാവൻ നവാസങ്ങളെ എപ്പോഴും ചീത്തോറാണ്? എന്റെ പൊന്നുമക്കളെ പാവം തന്നെ, കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യാം, മണ്ടത്ര എല്ലാം കാണിക്കൂല. എന്ത് സ്ഥാനങ്ങളെ വിലയെ കമ്പി സിമ്മന്റ് കയറി കയറി പോകണ്ട. എന്തോ ചേ നോക്കണേ? എന്ത് അടുത്തത് പ്രതികാരമൊക്കെ വീട്ടിൽ ശാന്തനായിട്ട് വന്നിരിക്കുകയാണല്ലേ? അല്ല, പ്രതികാരമൊക്കെ വീട്ടിൽ ശാന്തനായിട്ട് വന്നിരിക്കുകയാണല്ലേ എന്ന്. എന്തടി ഒരുമാതിരി വല്ലാതെ സംസാരിക്കണത്? എന്ത് തല്ലുകൊണ്ട പയ്യന്റെ വൈറൽ വീഡിയോ ആയിരുന്നു. ഇപ്പൊ ദേ റിവെഞ്ച് ഫൈറ്റ് എടുത്ത അച്ഛന്റെ വീഡിയോ വൈറല്. ഇതെന്തോന്നത്? മനുഷ്യനെ സ്വകാര്യതയോടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? സംഭവമൊക്കെ കൊള്ളാം. നിർത്തിക്കൊണ്ടോട്ടെ ഈ പരിപാടി. വയസ്സായി വരിക, കൂടുതൽ ഷോ കാണിച്ചാൽ മുറിക്കകത്ത് അടച്ചിട്ട് ഞാൻ, എന്നിട്ട് ഭക്ഷണം തരും. ജോലിക്കോലും വിടൂല. ചെറുക്കന് സ്വാതന്ത്ര്യം കൊടുത്ത് രാത്രി പറഞ്ഞു വിട്ടിട്ടേ അവൻ നല്ല അന്തസ്സായിട്ട് അടി വാങ്ങിച്ചോണ്ട് തിരിച്ചു വന്നു. ഇതിൽ ന്യായം പറഞ്ഞ അടി. എടി നീ എന്നെ ഏത് റൂമിൽ പൂട്ടിയിട്ടാലും ശരി തന്നെ, എവിടെ പൂട്ടിയിട്ടാലും ശരി തന്നെ, എൻ്റെ കൊക്കിന് ജീവുണ്ടെങ്കിൽ എൻ്റെ പിള്ളേരെ ദേഹത്ത് ആരെങ്കിലും കൈവച്ചാ അവൻ ഇടിച്ച റെഡിയാക്കളായി. അതിന് എനിക്ക് വയസ്സൊന്നൊരു പ്രശ്നമില്ലടി. നിങ്ങൾ വയസ്സൊന്നും നോക്കണ്ട, ചട്ടം വെളിച്ച് കിടന്നോ. ഭാര്യയെക്കുറിച്ചും ചിന്തിക്കണം, മക്കളെക്കുറിച്ചും ചിന്തിക്കണ്ട, ആരും പേടിക്കാൻ വേണ്ട. ഇപ്പോ പാടേ പാടേ കണ്ണുമേന്ന പാടി അച്ഛാ എന്താ